അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ നടക്കുന്ന ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ 2, 3, 4, 6 ക്ലാസ്സുകളിലെ ചോദ്യപേപ്പർ, അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഭാഗങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത് 2ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ. 2ാം ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം ഖുർആൻ പാഠത്തിൽ നിന്ന് പഠിച്ച ഏതെങ്കിലും ഒരു സൂറത്തിന്റെ 4-5 വരികളാണ് ഓദിക്കുക. നിയമപ്രകാരം നീട്ടേണ്ട സ്ഥലങ്ങൾ നീട്ടുക, മണിക്കേണ്ട സ്ഥലങ്ങൾ മണിച്ച്, തജ്വീദിന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് നല്ല ശൈലിയിൽ ഓതി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ചോദ്യപേപ്പർ കൊടുത്തിരിക്കുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ നൂഹിൽ നിന്ന് 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. അക്ഷരശുദ്ധിക്ക് 25 മാർക്കും നടത്തി ഓത്തിന് 25 മാർക്കുമാണ്. നടത്തി ഓത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 2ാം ക്ലാസ്സിലെ കുട്ടികൾ തജ്വീദിന്റെ നിയമങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത്, 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികള് ശദ്ദുൽ നൂന്, ശദ്ദുൽ മീം, ആ ഭാഗങ്ങളെ കുട്ടികളുടെ മണിക്കണം എന്ന് പറയാം. ശദ്ദുൽ നൂനും ശദ്ദുൽ മീം എവിടെ വന്നാലും മണിക്കണം എന്ന് പറയാം. പിന്നെ മദ്ദിന്റെ അടയാളം കാണുന്ന സ്ഥലത്ത് കൂടുതൽ നീട്ടണം എന്ന് പറയാം. പിന്നെ നല്ല ശൈലിയിൽ ഓതി പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏകദേശം ഖുർആന് ഓക്കെ ആവും. പിന്നെ അവര് നിയമങ്ങളൊക്കെ 3ാം ക്ലാസ്സിലാണ് വിശദമായി അവർ പഠിക്കുന്നത്. ഹിഫ്ളില് അവര് ഈ വർഷം പഠിച്ച സൂറത്തുകളാണ് ഹിഫ്ളില് അവരോട് ചോദിക്കുക. സൂറത്ത് ഖുറൈശ് ആദ്യത്തെ 3 ആയത്തുകളാണ് ഓദിക്കാൻ പറയുന്നത്. അതിന് 15 മാർക്ക്. സൂറത്തുൽ മാഊൻ ആദ്യ 3 ആയത്തുകൾ 15 ആയത്ത്. 2 സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയാൽ 20 മാർക്ക്. ഇവിടെ ഖുർആന് നോക്കി ഓത്ത് കാണാതെ ഓതുക. ഇതിന് ശേഷം ഇതിന്റെ കൂടെ ഫിഖിൽ പഠിച്ച കാര്യങ്ങള്, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2ാം ക്ലാസ്സിലെ ഫിഖ് ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു പോവാം. അതിലുള്ള ദിക്റുകളും സ്വലാത്തുകളൊക്കെ, നിസ്കാരത്തിൽ ചെല്ലേണ്ട കാര്യങ്ങള്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് 3ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ. 3ാം ക്ലാസ്സിൽ തജ്വീദ് അവർ പഠിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് തജ്വീദ് നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ ഓതേണ്ടതാണ്. നല്ല ശൈലിയിൽ ഓതി കൊടുക്കുക. അവർ ഈ വർഷം പഠിച്ച സൂറത്തുകളാണ് അവരോട് ചോദിക്കുക. സൂറത്തിൽ നിന്ന് 4 വരി ഓതാൻ വേണ്ടി പറയും. അത് ഉസ്താദന്മാരും മാർക്ക് നൽകും. അതുപോലെ ഹിഫ്ളിലും അവര് ഈ വർഷം പഠിച്ച ഹിഫ്ള് സൂറത്തുകളാണ് അവര് ഓതിക്കൊടുക്കേണ്ടത്. അതുപോലെ 2-3 ക്ലാസ്സുകളില് ഫിഖില് വരുന്ന ദിക്ർ സലാത്തുകളൊക്കെ പഠിച്ചു പോകണം. അതൊക്കെ ചോദിക്കുന്നത്. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ഭാഗം 2 ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. അക്ഷരശുദ്ധിക്ക് 20 മാർക്ക്, നടത്തി ഓത്തിന് 20 മാർക്ക്, നിയമത്തിന് 10 മാർക്ക്. ഇനി ഹിഫ്ള് കാണാതെ ഓതി കൊടുക്കേണ്ടത്, സൂറത്തുൽ ബയ്യിന ആദ്യ 3 ആയത്തുകൾ പൂർണ്ണമായി ഓതി കൊടുത്താൽ 15 മാർക്ക്. സൂറത്തുൽ അലക്ക് ആദ്യ 5 ആയത്തുകൾ പൂർണ്ണമായി ഓതി കൊടുത്താൽ 15 മാർക്ക്. അത്തഹിയാത്തിലെ സലാത്തിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ദജ്ജാൽ വരെ, അതിന് 20 മാർക്ക്. ഇനി നമുക്ക് 4ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ നോക്കാം.
4ാം ക്ലാസ്സിൽ കുട്ടികൾ ഒന്നും കൂടി ശൈലിയോടുകൂടി ഓതേണ്ട പ്രായമായിട്ടുണ്ട്. അതിന് ശൈലിയോടുകൂടി ഓതിയാൽ അവർക്ക് അതിന് പ്രത്യേകം 5 മാർക്ക് നൽകുന്നതാണ്. ഖുർആനില് അവർ പഠിച്ച സൂറത്തുകളൊക്കെ നന്നായിട്ട് നിയമപ്രകാരം ശൈലിയോടുകൂടി ഓതി പഠിക്കുക. ഹിഫ്ദില് അവർക്ക് പഠിപ്പിച്ച സൂറത്തുകളൊക്കെ അവർ ചോദിക്കുന്നതാണ്. പിന്നീട് 2, 3, 4 ക്ലാസ്സുകളിൽ അവർ പഠിച്ച ഫിഖിയിലെ ദിക്റുകൾ സലാത്തുകൾ ചോദിക്കുന്നതാണ്. ഇനി ചോദ്യ പേപ്പർ പരിചയപ്പെടാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ അംബിയായിൽ നിന്ന് 108 മുതൽ 111 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസഫിൽ നോക്കി വധിക്കും. അക്ഷരശുദ്ധിക്ക് 20 മാർക്ക്, നിയമം 20 മാർക്ക്, ശൈലിക്ക് 5 മാർക്ക്, തുടക്ക വിരാമം 5 മാർക്ക്. ഹിഫ്ലിന് കാണാതെ ഓതിക്കൊടുക്കേണ്ട സൂറത്തുകൾ സൂറത്ത് ഷംസ് 13 മുതൽ 15 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായിട്ടും 30 മാർക്ക്. സൂറത്തുൽ ലൈല് 19 മുതൽ 21 വരെ ആയത്തുകൾ പൂർണ്ണമായും 10 മാർക്ക്. 3 മയ്യിദ് നിസ്കാരത്തിൽ 4ാം തക്ബീറിന് ശേഷം സലാമിന് മുമ്പായി ചെല്ലേണ്ടവ 10 മാർക്ക്. ഇനി നമുക്ക് 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആന് ഈ വർഷം പഠിച്ച സൂറത്തുകൾ അതിൽ നിന്ന് 5 ഏതെങ്കിലും സൂറത്തിൽ നിന്ന് 5 വരെ ഓതിപ്പിക്കും. അത് നിയമപ്രകാരം നല്ല ശൈലിയോടുകൂടി ഓതിക്കൊടുക്കുക. ഹിഫ്ലില് ഈ വർഷം പഠിച്ച സൂറത്തുകളാണ് പരീക്ഷയിൽ ചോദിക്കുക. അത് നന്നായിട്ട് പഠിക്കുക. 2, 3, 4, 5, 6 ക്ലാസ്സുകളിൽ പഠിച്ച ഫിഖിയിലെ ദിക്റുകള് ദുആകള് ഹിഫ്ലിന്റെ കൂടെ ചോദിക്കുന്നതാണ്. അതെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചു പോകേണ്ടതാണ്. ഇനി ചോദ്യ പേപ്പർ പരിചയപ്പെടാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ മുഹമ്മദിൽ നിന്ന് 37 മുതൽ 38 ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസഫിൽ നോക്കി ഒതുക്കാം. മഖ്റജിന് 20 മാർക്ക്, അഹ്കാമിന് 20 മാർക്ക്, ഹുസ്നു സൗത്ത് 5 മാർക്ക്, ഇബ്തിദാ വഖഫ് 5 മാർക്ക്. മഖ്റജ് ശബ്ദങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം, നല്ല അക്ഷരങ്ങളുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിച്ച് ഓതി കഴിഞ്ഞാൽ മഖ്റജ് അനുസരിച്ച് ഓതി 20 മാർക്ക്. അഹ്കാം എന്ന് പറഞ്ഞാൽ ഹുക്കും വിധികള്, സാക്കിനൂന്റെ വിധികള്, മീമിന്റെ വിധികള്, ഇങ്ങനെ നിയമപ്രകാരം ഓതി കഴിഞ്ഞാൽ 20 മാർക്ക്. ഹുസ്നു സൗത്ത് നല്ല ശൈലിയോട് കൂടി ഓതിയാൽ 5 മാർക്ക്. തുടക്കം അതുപോലെ തന്നെ വിരാമം, വഖഫ് ഇവയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതിയാൽ 5 മാർക്ക്. ഇനി ഹിഫ്ള് കാണാതെ ഓതിക്കൊടുക്കേണ്ട സൂറത്തുൽ മുൽക്കില് 29-30 ആയത്തുകൾ പൂർണ്ണമായിട്ട് ഓതിക്കൊടുക്കുക. സൂറത്ത് യാസീനിലെ 33, 34, 35 ആയത്തുകൾ പൂർണ്ണമായി ഓതിക്കൊടുക്കുക. വജ്ജഹ്തു ഇന്ന സ്വലാത്തി മുതൽ അവസാനം വരെ പൂർണ്ണമായി ഓതി കൊടുത്ത 20 മാർക്ക്. ഇത്രയുമാണ് ചോദ്യ പേപ്പർ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ വിജയിപ്പിക്കട്ടെ. എന്ന് മറ്റൊരു കാര്യം പറയാനുള്ളത്, അടുത്ത അധ്യയന വർഷം 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളെ മുഴുവൻ പാഠപുസ്തകങ്ങളും മാറിയിട്ടുണ്ട്. 5 മുതൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾക്ക് മാറ്റമില്ല എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ഈ വീട്ടിൽ അല്ലാഹു വിജയിപ്പിക്കട്ടെ. അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് കുടുംബത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവർക്ക് അല്ലാഹു ഖബർ ജീവിത സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ബദരീങ്ങളുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.